നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല. ഇപ്പോൾ നമ്മളുള്ളത് വയനാട് ജില്ലയിലെ കാരാപ്പുഴ ഡാമിലാണ്. ഇവിടെ അഡ്വഞ്ചർ പാർക്ക് സോൺ ആയിട്ട് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആയിട്ടുള്ള സിപ്പ് ലൈനിൽ നമ്മൾ കയറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജെയിൻസിംഗ് തുടങ്ങിയ ആക്ടിവിറ്റികൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ക്യാഷ് മാത്രമാണ് ഇവർ സ്വീകരിക്കുള്ളൂ. UPI പേയ്മെൻറ്റ്സ് ഒന്നും അലൗഡ് അല്ല എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡാമിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് സിപ്പ് ലൈനിൻ്റെ ഒക്കെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനൊക്കെ ടിക്കറ്റ് ഉള്ളത്. അതിന് ഡാമിന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡാമിൻ്റെ ഉള്ളിലേക്കാണ് എൻ്റർ ആവുക. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വിശ്രമിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഏരിയയാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമ്മള് സിപ്പ് ലൈനിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ജീപ്പിലാണ് ഇവർ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ ക്രൂസറിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ഡാമിനുള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ്. എല്ലാം ഫിറ്റാണ്. 108 കിലോ കയറുമെന്നാണ് പെപ്പ ചോദിച്ചത്. കയറും തന്നെയാണ്, അത് ശക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാരും കൂടെ കയറാൻ പറ്റിയ സംഭവമാണ് കേട്ടോ. ഞാൻ ഏകദേശം 108 കിലോ വെയിറ്റ് ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഔട്ട്ഫിറ്റ് കോസ്റ്റ് എത്ര പെപ്പന്റെ ജീവനാണിത്. ഈ ഔട്ട്ഫിറ്റ് ശരീരം താങ്ങാൻ അതിലും കൂടുതൽ മെറ്റലാണ് വെയിറ്റ് കിട്ടുന്നത്. ഇതും കൂടെ താങ്ങും. ഔട്ട്ഫിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് പെപ്പന്റെ ജീവനാണ്. അതെ, ജീപ്പിലാണ് നന്നായി. ഈ വണ്ടി എല്ലാവരും നമ്മളെ ഈ ജീപ്പിലോ സ്വന്തം റൈഡ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതും നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈനാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതാ ഈ ഒരു ഡാമിൻ്റെ വ്യൂ കണ്ട് ഡാമിൻ്റെ സെൻറ്ററിൽ കൂടെ പോയിട്ടതാ ആ കാണാൻ ആ സ്പോട്ടിലാണ് നമ്മൾ എൻഡിങ് പോയിന്റ് വരുന്നത്. ആ ഒരു വാച്ച് ടവർ കാണുന്നില്ല അവിടെ. അപ്പോൾ നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. എന്താണ് പേടിയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയുണ്ട്, പക്ഷേ അതിനേക്കാളും ഉപരി നല്ലൊരു എക്സൈറ്റിലാണ് ഞാനുള്ളത്. കേരള ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ. ഇപ്പോഴത്തെ വെളിച്ചത്തിന്റെ ഡിസ്കംഫേർട്ട് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ശരീരം ഫുള്ള് ഹഗ് ചെയ്തിരിക്കുകയാണ്. അത്ര സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, ഹിന്ദി അറിയാത്ത കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നാൽ വായൊക്കെ ഫുൾ തെറ്റാണ്. മലയാളം നല്ല അടിപൊളിയായിട്ടാണ് മായി പറയുന്നത്. കുറച്ച് മനസ്സിലായി. മൂപ്പറായിട്ട് നമ്മളെ ജീപ്പിൽ ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തി. മൂപ്പർ കാണിച്ചിട്ടുള്ള റെഡിയല്ല ബൈ. ഇവൻ എവിടുത്തെ ഹിന്ദി പഠിച്ചെന്നാണ് പോയി. ഞാൻ ഒരുമിച്ചാണ് പഠിച്ചത്.
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളി, അടിപൊളി. ഞാൻ ഭയങ്കര സ്ലോ ആയിപ്പോയി. രാവിലെ വ്യൂ വരുമ്പോൾ ആ ഒരു എടാ നീ എങ്ങനെ പെട്ടെന്നെത്തി? എന്റെ വെയിറ്റ് കൊണ്ടേക്കല്ലേ? ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ ഒരു ഗുണമുണ്ട്. വെയിറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കുറച്ച് ഡിലേ ആയിട്ട് അവിടെ എത്തും. ഞങ്ങൾക്ക് കൂടുതൽ കാഴ്ച കാണാം. അതെ, കൂടുതൽ കാഴ്ച കൂടുതലാണ്. നമ്മൾ സ്പീഡിൽ വരും, എല്ലാവരും തോൽപ്പിച്ച് ആദ്യം എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി നമ്മൾ അടുത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ജെയിൻസിംഗ് ആണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ജെയിൻസിംഗ് ആണ് നമ്മൾ കയറാൻ പോകുന്നത്. ഏകദേശം 85 ഫീറ്റ് ആണ് കേട്ടോ. ആ ഹൈറ്റിൽ നിന്നാണ് നമ്മളെ എവിടെയാണ് ഇത് സാധനങ്ങൾ പോയോക്കാം. അക്ഷയാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അക്ഷയ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇത് 100 ഫീറ്റ് മേലെ പോകും. ഇതിന്റെ പേര് സ്പേസ് ടവർ ആണ്. ഇത് 100 ഫീറ്റ് മേലെ പോകും. ഇത് 360 ഡിഗ്രി ഇങ്ങനെ കാണും. നമുക്ക് അതായത് മൊത്തത്തിൽ ഡാമിന്റെ മൊത്തത്തിലുള്ള സീനറി വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ ആയിട്ട് സൈറ്റ് സീയിങ് ആണ്. നമുക്ക് എടക്കൽ കേവ് കാണാം, പിന്നെ ആ ഓൾ മൗണ്ടെയിൻ കാണാം, പിന്നെ എല്ലാ മൊത്തത്തിലുള്ള സീനറി കാണാൻ പറ്റുന്ന പറയുന്നത്. ഇതിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് എടക്കൽ കേവ്. ആ എടക്കൽ കേവ് നമ്മൾ ഇതിന്റെ മേലെ കയറിയാണ്. അതാ അതിപ്പോ റൈഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പ്രൗഡ് മൊമെന്റ്. നേരെ നിന്ന് താഴോട്ട് കൈയാട്ടുന്നു. ഇപ്പൊ ജയിച്ച് തൊപ്പിട്ടിരിക്കുക. ഇനി നമ്മള് രാജാവാണ് മോനെ. 85 അടി ഹൈറ്റിൽ നിന്നാണ് താഴോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ എന്താണെന്നൊക്കെ കണ്ടറിയണം. പേടില്ല എന്നൊക്കെയാണ് ഇപ്പൊ മനസ്സിൽ ഭയങ്കര ധൈര്യം കൊടുത്ത് നിൽക്കുന്നത്. കൊണ നിർത്തി കേറിയിട്ട് പരിപാടി നിർത്തി പോവാൻ. മൊത്തം പടു നിറച്ചിരിക്കുകയാണ്. കൈ പറ്റണില്ല. അയ്യോ വർത്താനത്തിന് വരെ വന്നു. അമ്മാരി ഹൈറ്റില് നമ്മൾ മറ്റേ എന്താ കുഞ്ഞാലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും ഹൈറ്റിൽ പോയില്ലേ. ഇതെന്താ നിപ്പില്ല ശരീരം, സംസാരം ഒക്കെ കിടന്ന് വിറകിയാണ്. ഇവിടുന്ന് ഞങ്ങൾ ചോദിച്ചത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ്. ഞങ്ങൾ കോൺഫിഡൻസ് ഫോണ് താഴെ പോകുന്നുണ്ട് കുറെ ആൾക്കാർ. അപ്പൊ അത് ശ്രദ്ധിക്കാൻ തന്നെ. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, എന്നാ ഫസ്റ്റ് വീഡിയോ എടുക്കണ്ടല്ലേ. ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാക്കി കാണുന്ന ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആദ്യം ഫോൺ കളിച്ചു പോയിട്ടാ ഉറപ്പത്. അത്ര ഹൈറ്റിലാണ് നമ്മള്. ആദ്യം നമ്മളെ ജീവൻ മേലോട്ട് പോകും, അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വരും. ഇവിടെ 2 കഫേ ഉണ്ട്. ആ 2 കഫേന്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ ഓരോ കുപ്പി വെള്ളം വാങ്ങി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു വെയില വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാഹം അടക്കാം.
വെള്ളം ഇവിടെ വന്നിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ തിന്നുകയെന്നുണ്ടെങ്കിൽ ഇതാ ഈ വേസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഈ പാർക്കിൽ ഇടാണ്ട് മാക്സിമം ഡസ്റ്റ്ബിന്നിൽ തന്നെ കൊണ്ടുപോയിട്ട്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊരി വെയിലത്തും ഈ ഡാം ഇത്ര മനോഹരമായിട്ട് സൂക്ഷിക്കുന്നത് ഇവരെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇവർ ഈ വെയിലും ഒന്നും നോക്കാതെ ഫുൾ ടൈം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഡൻ ആണെങ്കിലും ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും ഫുൾ ടൈം ഒന്ന് തുടച്ച് വൃത്തിയാക്കി നല്ല ക്ലീനായിട്ട് ഈ ഡാം കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന വഴി പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗത്തേക്ക് എത്തുക. തൽക്കാലം ഇപ്പോൾ അത് ക്ലോസ്ഡ് ആക്കിയിരിക്കുകയാണ്. ആ ഡാമിൻ്റെ അവിടെ എന്തോ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള 360 വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. നല്ല വെയിലാണ്. വെയിലത്ത് എല്ലാവരും എന്താ പറയുക, ഞങ്ങൾ പോയതൊരു ഉച്ച സമയത്താണ്. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിൽ കൂടെയുള്ള നടത്തം. പക്ഷേ ഇതേപോലുള്ള കുറേ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ പോയിരുന്ന് കിടക്കാനൊരു പ്രത്യേക ഫീലാട്ടോ. രാവിലെ 9 മണിക്ക് തുറന്നിട്ട് വൈകുന്നേരം 6 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഈ 9 മണി മുതൽ 6 മണി വരെയുള്ള ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം സമയം നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഭയങ്കര അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ്.